ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് SIT. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്തുള്ള വീട്ടിൽ പരിശോധന തുടരുകയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവിടെ. ആ ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധനകൾ തുടരുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ നടപടികളും സമാന്തരമായി പുരോഗമിക്കുന്നു. SP ശശിധരൻ ഉൾപ്പെടെയുള്ള പ്രധാന ഉദ്യോഗസ്ഥരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, വീട്ടിൽ പരിശോധന നടക്കുന്നു, അതേസമയം ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നു. മൊഴികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? വീട്ടിലെ പരിശോധനയുടെ വിശദാംശങ്ങൾ എന്താണ്? എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? SIT ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത് ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണം അത് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അത് സംബന്ധിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പ്രധാനമായും ചോദിക്കുന്നത്. അതായത് 2019 ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ എന്തു ചെയ്തു, അതിൽ നിന്ന് സ്വർണം എക്സ്ട്രാക്ട് ചെയ്തു എന്നാണ് മൊഴി. അങ്ങനെയെങ്കിൽ ആ സ്വർണം ആർക്കാണ് കൈമാറിയത്? അത് കൽപേഷ് എന്ന് നേരത്തെ മൊഴി നൽകിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ കൽപേഷ് ആരാണ്, അല്ലെങ്കിൽ ആ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടുകൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യമുനയുടെ നടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. SP ശശിധരൻ, ഈ അന്വേഷണത്തിന്റെ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ, SP ശശിധരന്റെ നേതൃത്വത്തിൽ മിക്ക ഉദ്യോഗസ്ഥരും, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ നടപടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് സമാന്തരമായിട്ടാണ് അല്പസമയം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂരിലെ വീട്ടിൽ SITയുടെ മറ്റൊരു സംഘം പരിശോധന നടത്തുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഈ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില മൊഴികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അത് സംബന്ധിച്ച് ഉള്ള വേരിഫിക്കേഷൻ അപ്പോൾ തന്നെ, അതിന് സമാന്തരമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും തുടരുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് ആ സംഘം എത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം SIT ആ വീട്ടിൽ പ്രധാനമായും ചില രേഖകളാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, അതുപോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ചില രേഖകളൊക്കെ ആ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം. സ്വാഭാവികമായ നടപടികളാണല്ലോ, രേഖകൾ പിടിച്ചെടുക്കുക എന്ന സ്വാഭാവികമായ നടപടിയാണ്. അതിന്റെ തുടർച്ചയായി അയാളുടെ വീട്ടിൽ, അയാളുണ്ടായ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട 2 ഘട്ടങ്ങൾ കൂടിയുണ്ടല്ലോ. ഒന്നാമത്തേത്, ഈ 2 കേസുകളിലും പ്രതിയേർക്കപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഒന്നാമത്തെ പ്രതിയാണ് 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി. മറ്റാളുകളുടെ അറസ്റ്റ് എപ്പോൾ ഉണ്ടാകും? അതൊന്നാമത്തെ വലിയ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്, എവിടെയൊക്കെയാണ് തെളിവെടുപ്പ് ഉണ്ടാവുക? അക്കാര്യങ്ങളിൽ അന്വേഷണ സംഘം എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? രതീഷ്, ഇതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞാൽ 2 കേസുകളിലും പ്രതിപട്ടികയിലുള്ളത്. അപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ച് ഇതിനകത്തെ 2ാം പ്രതി അടക്കമുള്ളവരുടെ റോൾ എന്താണ് എന്നുള്ളത് SITക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അവർ തയ്യാറാക്കിയ ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകളും രേഖകളുമൊക്കെ അവരുടെ റോളിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളാണ്. അതിനുമപ്പുറം ആദ്യം SIT ശ്രമിക്കുന്നത് ഈ സ്വർണം, ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ്. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ബംഗളൂരുവിൽ നിന്ന് ഈ പാളി ഹൈദരാബാദിൽ കൊണ്ടുപോയി 39 ദിവസം കഴിഞ്ഞാണ് നാഗേഷ് എന്ന വ്യക്തി ചെന്നൈയിലെത്തിക്കുന്നത്. അപ്പോൾ നാഗേഷിന്റെ കൈവശം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള വിവരം കൂടി വേണം. അതിനുശേഷം കൽപേഷ് ഈ സ്വർണം എന്തു ചെയ്തു എന്നുള്ള വിവരവും വേണം. ഈ 2 വ്യക്തികളും ഉണ്ടോ എന്നുള്ള കാര്യവും സ്ഥിരീകരിക്കണം. അപ്പോൾ ആ പ്രധാനപ്പെട്ട ഏരിയയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും ഊന്നൽ നൽകുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏത് നിമിഷവും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന മൊഴി അനുസരിച്ച് ഇതിൽ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നോട്ടീസ് നൽകി ഇഞ്ചക്കൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ എത്തുവാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ അതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ പുതിയ ചില കഥാപാത്രങ്ങൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കൂടി വരുന്ന ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും. സ്വാഭാവികമായും രാഷ്ട്രീയമായും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്ന വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം ഒരു പൊതുകാര്യം കൂടിയാണല്ലോ. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ റോൾ എന്താണ് എന്ന് വളരെ പ്രധാനമാകുന്നുണ്ട്. കേസിൽ പ്രതിപട്ടികയിൽ ദേവസ്വം ബോർഡും ഒക്കെ ഉൾപ്പെടുകയാണല്ലോ. അങ്ങനെ വരുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ 2 കമ്മിറ്റികളിലെ പ്രസിഡന്റുമാർ, അന്നത്തെ മെമ്പർമാർ, അവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ സമീപ ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ആ നിലയിൽ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ 2019ലെയും അതിനുശേഷമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി 2019 മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ആരംഭിച്ചു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഒരുപക്ഷെ അതിനു മുകളിലുള്ള ബോർഡിൽ തന്നെയുള്ള ആളുകളുടെ പേരുകൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള സൂചനകളുണ്ട്. കാരണം വൻപൻ ഗൂഢാലോചന നടന്നു എന്നാണ് അന്വേഷണ സംഘത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ സ്വർണം ആണ് ശ്രീകോവിൽ
ശ്രീകോവിലുള്ളത് അത് കടത്തുക എന്നത് സംബന്ധിച്ച് വലിയൊരു ആസൂത്രണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്നു എന്നതാണ് SITയുടെ കണ്ടെത്തൽ. അപ്പോൾ അതിൽ ആരൊക്കെ പങ്കെടുത്തു, അതിന് ഉന്നതതല ബന്ധമുണ്ടോ, അതിന് പുറത്ത് ഏതൊക്കെ സംഘങ്ങളാണ് ഇതിന്റെ ഇടപാടിന് ഒപ്പം നിന്നത്, അത് കേവലം സ്വർണം മാത്രം കടത്തിക്കൊണ്ട് പോവുകയായിരുന്നോ, അതോ അതിനപ്പുറം ഭക്തിയുടെ മാർക്കറ്റിലേക്ക് ഇതിനെ മാറ്റി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഈ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ വാലെ ഈ ഇഞ്ചക്കൽ ഓഫീസിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ അറസ്റ്റും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് വലിയ പേരുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനി ചില ഈ പ്രതിപട്ടികയിലില്ലാത്ത ചിലർ അവിടേക്ക് വരികയാണെങ്കിൽ അതിനർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റി വാ തുറന്നിരിക്കുന്നു, പല പേരുകളും പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് രതീഷ്. ശരി, ദേവന്റെ സ്വത്ത് ശബരിമലയുടെ സ്വത്ത്, അതിന്റെ സൂക്ഷിപ്പുകാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. N. വാസു, A. പത്മകുമാർ അന്നത്തെ ബോർഡ് അംഗങ്ങൾ. അവർക്കൊക്കെ എന്തായിരുന്നു റോൾ? അവർ അറിഞ്ഞില്ലേ? അവരേതെങ്കിലും തരത്തിൽ മൊഴിയെടുക്കാൻ വിളിപ്പിക്കില്ലേ? തുടങ്ങിയ ഒട്ടേറെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മാത്രമല്ല, സ്വാഭാവികമായും ശബരിമലയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് നേരിട്ടുള്ള റോൾ ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഉദ്യോഗസ്ഥരിലും മാത്രമായി ഒതുങ്ങുമോ, അതോ കൂടുതൽ ചോദ്യം ചെയ്യൽ, മൊഴിയെടുക്കൽ, അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമോ എന്നതാണ് ഇനി അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഇനി വ്യക്തമാകേണ്ടത്. അനന്തകൃഷ്ണനാണ് ആ വിവരങ്ങൾ നൽകിയത്.